അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിംല ആൻഡ് വ്ലോഗ്. എന്തെല്ലാടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ പിള്ളേരെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള തിരക്കിലോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇന്നലെ ദോശയ്ക്കുള്ള മാവ് ആട്ടിയതുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ അവർക്ക് കഴിക്കാനും കൊടുത്തും വിട്ടു കേട്ടോ. പിന്നെ വാപ്പാക്കും കൊടുത്തു. ഇനി എനിക്കും ഇക്കാക്കും ഉള്ള കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ അതെന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി ആദ്യത്തെ പരിപാടി ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കലാണ്. 2 കാപ്പിയൊക്കെ രാവിലെ ഉണ്ടാക്കാമെന്ന് പറയുന്നത് വൺ ടാസ്ക്കാണ്. എന്നാലും ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ, ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചേക്കാനൊന്നും സമയമില്ല. കുഴച്ചിട്ട് എനിക്കുള്ള 2 ഉണ്ടാക്കി കഴിക്കാം, ഇക്കാക്കുള്ളത് മാവ് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആ പരിപാടിയിലോട്ട് കിടക്കട്ടെ. അടുക്കളയുടെ ബാക്ക് സൈഡിലോട്ടൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. രാവിലത്തെ കലാപരിപാടിക്ക് ശേഷം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. എൻ്റെ ഗ്യാസ് കൂടെ സ്റ്റക്ക്. ഓക്കെ, ഇനി മൊത്തത്തിലൊന്ന് ഒതുങ്ങി വരണമെങ്കിൽ ഉച്ചയ്ക്കലത്തെ പരിപാടിയും കൂടെയൊക്കെ കഴിയണം. അപ്പം ഞാൻ ഇവിടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ടാസ്ക്കാണ്. ഷോൾഡർ പെയിൻ ഉള്ളതുകൊണ്ട് അത്രയും നന്നായിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഞാൻ കുഴച്ചെടുക്കും. ഒരു മിക്സി ഉണ്ടല്ലോ നമ്മുടെ ജാറ്, മാവ് കുഴയ്ക്കാൻ പറ്റുന്ന, അതൊരെണ്ണം വാങ്ങിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പാലിയാച്ചിൻ്റെ ടൈമിൽ എനിക്ക് ആ ഒരു സംഭവം കേട്ടോ വാങ്ങിക്കൊണ്ട് തന്നത്. പക്ഷേ ഓൾറെഡി എനിക്കിവിടെ മിക്സി 2 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ കബോർഡ് വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ അത് എക്സ്ചേഞ്ച് ചെയ്തു. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അതുമല്ല, വേറെ ബാക്കിയൊക്കെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്തായാലും ഒരു വീട്ടിൽ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഓരോ സാധനങ്ങൾ എടുക്കാതെ ഇങ്ങനെ പൊടി അടിച്ച് വെച്ചേക്കുന്നതിനോട് എനിക്ക് താല്പര്യവും ഇല്ല. പിന്നെ ഈ മിക്സി ചീത്തയാകുമ്പോൾ നമുക്കത് മേടിക്കാമല്ലോ. ജാറ് മാത്രമായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ആയിരുന്നെങ്കിൽ സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് ചപ്പാത്തി പരത്തി. ഇന്ന് ഉരുളക്കിഴങ്ങ് കറി കേട്ടോ വെച്ചത്. എനിക്ക് ശരിക്കും ഇപ്പം ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും ഒന്നും കഴിക്കുന്നതിനോട് താല്പര്യമില്ല. എൻ്റെ ഫേവറേറ്റ് ഒന്നുകിൽ ചപ്പാത്തിയും നെയ്യ് പഞ്ചസാര, ഇല്ലെങ്കിൽ ചപ്പാത്തി തേങ്ങാപ്പാൽ പഞ്ചസാര. മിക്കവാറും ഷുഗർ വരാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എന്നാൽ കൂടുതലും ഞാനിപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ദോശയും നെയ്യും പഞ്ചസാരയും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. എനിക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ് കേട്ടോ. ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ട് ഇക്കാക്ക് ഫുഡ് കൊടുക്കാനാണ്. ഇക്കാക്ക് എല്ലാത്തിൻ്റെ കൂടെയും കറി വേണം. പഞ്ചസാരയൊക്കെ ഇട്ട് ചിന്തിക്കാൻ പോലും ഇക്കാക്ക് പറ്റത്തില്ല. കുറവാണ് പക്ഷേ പഞ്ചസാരയൊക്കെ കഴിക്കുന്നത്. അല്ലാണല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യമാണ്. ഇക്ക ഈ ബേക്കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡാണ് കേട്ടോ. കഴിക്കാറില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുത്താലും ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടിങ്ങ് തരും. നമ്മളൊക്കെ ആണെങ്കിലോ ഇരുന്ന് കഴിക്കില്ലേ, മധുരവും ഒക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മധുരം. ഒരുപാടല്ല എങ്കിലും മധുരം ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം മാവ് കുഴച്ചു. വെച്ചേക്കാനുള്ള ക്ഷമ എനിക്കില്ല. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. 9 മണി കഴിഞ്ഞു. എൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം വന്നാൽ ഇന്ന് ഞാൻ ഛർദ്ദിച്ച് പണ്ടാറടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇനി ഇത് പരത്തിയെടുക്കട്ടെ. പരത്തി ചുട്ട് എടുത്തിട്ട് ഇനി വീഡിയോ എടുക്കാം. കാരണം വീഡിയോ എടുക്കലും പരത്തലും ചുടലും എല്ലാം കൂടി നടക്കൂല. എനിക്ക് വയ്യ മീൻസ് വിശന്നിട്ട് വയ്യ. ഓക്കെ, അപ്പോൾ ചപ്പാത്തി, പഞ്ചസാര, തേങ്ങാപ്പാൽ, നെയ്യ് എല്ലാം കൂടി കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കട്ടൻ ചായ, ഇത്രയും സാധനങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കുവാണ്. ഇനി ഇത് കഴിച്ചിട്ട് മീനെടുത്ത് വെള്ളത്തിൽ ഇട്ട് കേട്ടോ. ഇന്നലെയൊക്കെ 2 മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, കണവയും പിന്നെന്താ മങ്കടയും. അപ്പോൾ കണവ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് കണവ ചെറുതായിട്ടൊന്ന് വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ട് റൈസ് കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി വെക്കണം. ചക്ക അമ്മച്ചി അരിഞ്ഞ് വെച്ചിട്ട് പോയത് ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് വയ്ക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. ഈ കപ്പിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ
കിച്ചൺ കബോർഡ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കിച്ചൺ കബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കളറ് കബോർഡ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങൾ ഇതിൽ കാണുന്നതിനെക്കാട്ടി കുറച്ചും കൂടി വേറൊരു കളറാണ് കേട്ടോ ഇത്. അപ്പോൾ കറക്റ്റ് കളറ് കാണിച്ചു കൊടുക്കണമല്ലോ, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഈ കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് കടയിൽ കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്കിതാണ് വേണ്ടതെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ ഈ കളർ ഇവിടെ ഇല്ല. അങ്ങനെ അത് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കിച്ചണിൽ നിങ്ങളിപ്പോൾ കാണുന്ന കളറ് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി കഥ പറഞ്ഞുകൊണ്ടിരുന്ന കഴിക്കൽ ലേറ്റാവും, ജോലികളും ലേറ്റാവും. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നല്ലപോലെ കുതിർന്നിരിക്കുക കേട്ടോ. തേങ്ങാപ്പാലും ഒറട്ടി, അതായത് അരിപ്പത്തിരി, തേങ്ങാപ്പാലും പിന്നെന്താ നമ്മുടെ ഇടിയപ്പം, പിന്നെ തേങ്ങാപ്പാലും ചപ്പാത്തി, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പക്ഷെ പഞ്ചാര കഴിക്കുന്ന അത്ര നല്ലതല്ല. കഴിച്ചിട്ട് കാണാം. ഇതൊക്കെ കഴിച്ച് എണീറ്റ് മീനും കട്ട് ചെയ്ത് മീനുള്ള അരപ്പും തയ്യാറാക്കി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി കരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അരപ്പൊഴിച്ച് കൊടുക്കാം. ഇന്ന് എണ്ണ ഒഴിക്കാതെ ഞാനങ്ങ് അരപ്പൊഴിച്ചു. സാധാരണ കടുവൊക്കെ പൊട്ടിച്ച് താളിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നും എണ്ണ വേണ്ടല്ലോ. അപ്പം ഇന്നത്തെ കറി നമുക്ക് ഇങ്ങനെയാക്കാം. അടുപ്പിൽ പാത്രം എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് എണ്ണ വേണ്ടല്ലോ എന്ന്. അപ്പം ഡയറക്റ്റ് ഈ അരപ്പൊഴിച്ചിട്ടങ്ങ് വെച്ചാൽ മതിയായിരുന്നു. വെറുതെ കുറച്ച് ഗ്യാസ് നമ്മൾ നഷ്ടപ്പെടും. കുറച്ച് വെള്ളം മതി. ഇനി ഞാനിവിടെ കുറച്ച് മുരിങ്ങക്ക, തക്കാളി, പിന്നെ കറിവേപ്പില ഉണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ എടുക്കട്ടെ, അതും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഉപ്പിട്ടില്ല. ഇന്നലെ നമ്മൾ ഭരണിയിലൊക്കെ പേരൊക്കെ എഴുതി വെച്ചില്ലേ, ആ ഭരണിയിൽ ഉപ്പൊക്കെ ഇട്ട്, ഉപ്പ് നേരത്തെ ഇട്ട് വെച്ചേട്ടോ, എന്നിട്ടാണ് നമ്മൾ പേര് എഴുതിയത്. ബാക്കിയുള്ളതിലും ഞാൻ പുളിയും മുളകും ഒക്കെ ഇട്ട് വെച്ചു കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു. ഇളക്കി കൊടുക്കണം. എനിക്ക് എപ്പോഴും പറ്റുന്നൊരു ഇതാണ്, ഞാൻ ആദ്യം അടുപ്പ് കത്തിച്ച് പാത്രം എടുത്ത് അടുപ്പിൽ വയ്ക്കും. എന്നിട്ടാണ് പിന്നെ കരണ്ടി എടുക്കാൻ പോലും പൊടി എടുക്കാൻ പോലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ടി വരും. എത്രയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചാലും അങ്ങനെ വരുള്ളൂ കേട്ടോ. ലാസ്റ്റ് അതായത് ഒരു തരം കരിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഞാൻ കരണ്ടിക്ക് തപ്പുന്നത്. എന്ത് ചെയ്യാനാ, ചില ശീലങ്ങൾ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് വങ്കട ഇട്ട് കൊടുക്കാം. വങ്കട തിന്നാൽ ഒരുപാട് സങ്കടം മാറും എന്നല്ലേ പറയാറ്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെയൊക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വങ്കട ഇട്ട് കൊടുക്കാം. പൊരിക്കാനുള്ള മീൻ മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് ഇട്ടു. അതവിടെ ആവട്ടെ. അപ്പോഴേക്കും ചക്കയും കൂടി അടുപ്പിലാക്കണം കേട്ടോ. ചക്ക അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, അടുപ്പിൽ വെച്ചാൽ മതി. അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ കുഞ്ഞൻ കുക്കർ എടുക്കാം ചക്ക വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഇത്ര ചക്കയാണ് കേട്ടോ ഉള്ളത്. ഇത് ചക്ക അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നാൽ കുറേ ദിവസം ഇരിക്കേ, കുഴപ്പമില്ലാണ്ട് ഫ്രീസറിൽ അങ്ങനെ ഇരുന്നോളും. ഇത് പക്ഷെ അത്ര നല്ല ചക്കയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര നൈസാണ്. ഭയങ്കര നൈസ് എന്ന് വെച്ചാൽ ഭയങ്കര നൈസ്. അപ്പോൾ അതിങ്ങനെ വെന്ത് ഉടയാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതും കുഴപ്പമില്ല, ചക്കയല്ലേ, വയ്ക്കാം. കുക്കർ വെളിയിലിരിക്കുന്നു, എടുത്തോണ്ട് വരട്ടെ. കുക്കർ എടുത്തു. അതിൻ്റെ കുക്കർ ഒരുവിധം കരിഞ്ഞു പോയി. എന്താണെന്ന് വെച്ചാൽ മറ്റേ ബ്രോസ്റ്റഡ് ഇല്ലേ വാങ്ങിച്ചുകൊണ്ട് വന്നത്, രാത്രിയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പം പിള്ളേർക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവർക്കുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കുക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ കേക്കൊക്കെ ബേക്ക് ചെയ്യത്തില്ലേ, അതുപോലെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്കും എൻ്റെ കുക്കർ കരിഞ്ഞു പോയി. ഇതൊക്കെ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല, ഞാനങ്ങ് ചെയ്തു. ചക്ക ഇട്ട് കൊടുത്തു. ഒന്ന് കഴുകി കൊടുക്കാം.
ഓക്കെ സെറ്റ്. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് അടുപ്പിലോട്ട് ഇതും കൂടെ അങ്ങ് വെക്കാം. അപ്പോൾ പരിപാടി വേഗം കഴിയുമല്ലോ. എന്നിട്ട് ബാക്കി കിടക്കുന്ന പാത്രങ്ങളും ഒന്ന് കഴുകി പറകി ഒതുക്കിയെടുത്താൽ എനിക്ക് അന്നത്തിലോട്ട് വീഡിയോ എടുക്കാണ്ട്, പാക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഹന്നത്ത് ഫാഷൻ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഒരു ഏണിങ്സ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹന്നത്ത് ഫാഷൻ ടെക്ക് ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. അതിൽ ഞാൻ കൂടുതലും കാണിക്കുന്നതെന്ന് പറയുന്നത് ഹെയർ ആക്സസറീസിൻ്റെ കാര്യങ്ങളാണ്. ഹെയർ ആക്സസറീസ് ബിസിനസ് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന രീതിയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എന്ത്, ഹെയർ ആക്സസറീസ് ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന കിച്ചൺ കണ്ടോ, ഇത് ഞാൻ ചെയ്തതാണ്. അതായത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പൈസ കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഹന്നത്ത് ഫാഷൻ ടെക്കാണ്, ചാനലാണ്. ചാനൽ മീൻസ് യൂട്യൂബ് വരുമാനമൊന്നല്ല, എന്താണ് ആ ബിസിനസ്, നമ്മുടെ ഹെയർ ആക്സസറീസ് ബിസിനസ് കൊണ്ട് കിട്ടിയിട്ടുള്ള എമൗണ്ടാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വെറുതെ നമ്മളെ വീട്ടിൽ ഒന്നും ചെയ്യാനില്ല, എന്താണ് വീട്ടിൽ ഇരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പൊടികൾ ഐറ്റംസ് ഒക്കെ അല്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹെയർ ആക്സസറീസ് ഒക്കെ മേക്ക് ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചാനൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം, ഹന്നത്ത് ഫാഷൻ ടെക്ക്. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പോൾ ഇനി കുറച്ച് തേങ്ങ തിരികെ നമുക്ക് ചക്കയ്ക്കും കൂടി അരച്ച് വയ്ക്കാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. വേവിക്കലും ബഹളങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചോറും ചക്കയും മീൻകറിയും ഒക്കെ റെഡിയാക്കി തൂത്തുവാരി തുടച്ച് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുക്കള ഇതുപോലെ ആകുമ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനം വരിക. കണ്ടോ, എല്ലാം നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ദേ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇത് ഹന്നത്ത് ഫാഷൻ ടെക്കിലോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വലിച്ചു വാരി കട്ടിലിട്ടേക്കുവാണേ. അപ്പോൾ ഇതും ഇനി അടുക്കി പറക്കി ഒതുക്കി വെക്കണം. അതൊരു കസ്റ്റമർ ചോദിച്ചിട്ട് അവർക്ക് വീഡിയോ അല്ല ഫോട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജോലി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.